അങ്ങനെ നമുക്കിതാ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഒരു ഇന്റർസിറ്റി ട്രിപ്പാണ്. എവിടേക്കാണ്? അക്ഷയ കേട്ടോ. ചെറിയ ദൂരമുള്ള പിക്കപ്പ് കണ്ടത് 200 മീറ്റർ 260 മീറ്റർ കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ് ഗേസ്. അപ്പം നമ്മൾ വർക്കിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞായറാഴ്ചയാണ് ദിവസം. 11:30 ആയിട്ടുണ്ട് കേട്ടോ സമയം. ഞാൻ ഇന്ന് ഇറങ്ങലില്ല ഞായറാഴ്ച. അപ്പോൾ ഇന്ന് കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ആണ് ഓടാന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നലെ പെരും മഴ പെയ്തേനു കേട്ടോ. വണ്ടി കറക്റ്റ് പാർക്കിംഗ് ഒന്നല്ല, കുറേ ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ നല്ലോണം ഒട്ടിച്ചിടലുണ്ട്. പക്ഷേങ്കിൽ ഇന്നലെ അമ്മാതിരി മഴേന് കണ്ണ് കാണാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ വല്ലാണ്ട് വണ്ടി അടുപ്പിച്ചില്ല. ചെറിയ ഗ്യാപ്പ് ഉണ്ട്, എന്നാലും വണ്ടികളൊക്കെ പോകും, കുഴപ്പമൊന്നുമില്ല. വണ്ടി ഷോറൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 3-4 ദിവസം ആയിന്. ഞാൻ വണ്ടി കഴുകാനായിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ വീഡിയോയിലൊക്കെ നല്ല ചളി ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഇന്നലത്തെ മഴയിലൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇനി 2 ദിവസം കൂടി നമുക്ക് വണ്ടി കഴുകണ്ട. ഇന്നലത്തെ മഴയിൽ ചാലിൽ കുറച്ച് വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ ചപ്പുകൾ അടിഞ്ഞു കൂടിയുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതുണ്ടോ, ആകെ പ്ലാസ്റ്റിക്. ഓരോരുത്തർ വരുന്നവരൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ വെല്ലം എറിഞ്ഞിട്ട് ഇങ്ങനെ പോകും. ഇത് ഇപ്പോൾ അടുത്ത് ഇവിടെ ഒരു ഇറ്റാച്ച് വന്നിട്ട് മാന്തി ക്ലിയർ ചെയ്തത്. ആ തലക്കന്ന് മുതൽ അവിടം വരെ നമ്മളെ ടവർ ഓഫ് ഫെയ്ത്തിൻ്റെ അതിൽ കൂടി അങ്ങനെ മാന്തി പോയി. കാര്യമല്ല, ആൾക്കാർ ഇങ്ങനെ കൊടുന്ന് ഇങ്ങനെ വേസ്റ്റ് ഇടും ഇതിൽ കൂടി. ഇതുണ്ടോ, ഇതിപ്പോൾ ഇവിടെ ഇട്ടതാവൂല, അവിടെ എവിടെയൊക്കെ ഇട്ടതായിരിക്കും. ഇത് വെള്ളം കൊണ്ട് ഒരിച്ച് വന്നതേക്കാരം ഇപ്പോൾ ഇവിടെ. ആ ഭാഗത്തേക്കൊക്കെ ഉണ്ടാവും. ആ ഭാഗത്തേക്കൊന്നും ഇനി ആൾക്കാർ വല്ലാണ്ട് ഇല്ല. അപ്പോൾ ആ ഭാഗത്തൊക്കെ കൂടുതൽ ഇടലുണ്ട് വേസ്റ്റൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു 11:36 ആയപ്പോഴേ നമ്മൾ ഒക്കെ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ഊബർ ഓണാക്കിയിരിക്കണ്, റാപ്പിഡ് ഓണാക്കിയിരിക്കണ്, യാത്രി ഓണാക്കിയിരിക്കണ്. അപ്പോൾ നമ്മളെ വണ്ടിൻ്റെ കോൾഡ് സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ബിയിൽ 179 കിലോമീറ്റർ ആട്ടോ ഓടിയത്. അത് 0 ആക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഏല് 49 കിലോമീറ്റർ. CNG ഒരു 7 കട്ടിമ്പാടുണ്ട്. ആ ഒരു സംഭവം ആലോചിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇന്ന് വർക്കിന് ഇറങ്ങിക്കുന്നത്. CNG ഇപ്പോൾ ഒരു 7 കട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ചിലപ്പോൾ ഇനി നാളെ എടുക്കുമ്പോൾ ഒരു കട്ടിമ്പാടെ പോകും. അപ്പോൾ വെറുതെ ഇവിടെ വണ്ടി ഉണ്ട്. ഇന്നലത്തെ മഴൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. ഇപ്പോഴും കാലാവസ്ഥയ്ക്ക് വെയിലില്ല, ചൂടില്ല. അപ്പോൾ ഇന്ന് പിന്നെ പൊതുവേ ഞായറാഴ്ച ബ്ലോക്കും ഉണ്ടാവില്ല, നല്ല സുഖമായിട്ട് ഓടിക്കാം. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ ഇങ്ങനെ ഓടുമ്പോൾ നല്ല രസകരം. അപ്പോൾ കിട്ടണ എഴുതിയിട്ട് 4 ട്രിപ്പ് എടുത്ത് എന്തായാലും 500 റുപ്യ ആവുമല്ലോ. അപ്പോൾ കിട്ടിക്കോടെ എഴുതിയിട്ട് അപ്പോൾ ഇന്ന് വർക്കിന് ഇറങ്ങിക്കണേ. നമ്മളങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അത് പെട്ടെന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് 5 കിലോമീറ്റർ 5.49 കിലോമീറ്റർ 8 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞിക്കണം. ബ്ലോക്കില്ലല്ലോ. 150 ക്യാഷ് കളക്ട് ചെയ്തു. 121 നമുക്ക് കിട്ടി. അപ്പോൾ നമ്മളിവിടെ കളമശ്ശേരിയിലാട്ടുള്ളത്. പത്തരിപ്പാലാണ്. ഈ ഇറക്കുമ്പാട് ഇറങ്ങിയാൽ പത്തരിപ്പാലെത്തി. ഞാൻ മുണ്ടമ്പാലത്ത് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ നമ്മൾ ചായ കുടിക്കണതിൻ്റെ ഓപ്പോസിറ്റ് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ചായ കുടിക്കാൻ പോകാൻ പറ്റില്ലല്ലോ, നോമ്പുകാലല്ലേ. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ പോയി ഇങ്ങനെ ഇരിക്കേന്. അപ്പോൾ ഒരു ട്രിപ്പ് അടിച്ച് 0 കിലോമീറ്ററിൽ. അപ്പോൾ നോക്കുമ്പോൾ ആൾക്കാർ ഇവിടെ കാണാനില്ല. അപ്പോൾ നമ്മൾ മുമ്പ് തന്നെ ഒരു ഇതുണ്ട്, ഭാരത് പെട്രോളിൻ്റെ പമ്പ്. അപ്പോൾ അതിലായിരുന്നു 2 ആണുങ്ങളും 2 പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങനെ ഡ്രോപ്പ് ചെയ്ത് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട്. അങ്ങനെ നമ്മളെ കൈനീട്ട ട്രിപ്പ് ഊബറിൽ അടിച്ചു കേട്ടോ. ഇനിയിപ്പോൾ കേരള സവാരിയും റാപ്പിഡോയും ഒക്കെ ഉണ്ട്. നമ്മളെ താജ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് വിളിച്ചു നോക്കട്ടെ. നമ്മളെ താജുദ്ദീൻ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇവനോട് കുറച്ച് നേരം വർത്താൻ പറഞ്ഞ ഇവിടെ ഇരിക്കട്ടെ. ബ്ലോഗർ താജുവാണ്. എന്താ കണ്ണാണില്ലേ, സെലിബ്രിറ്റി ആയി തോന്നുന്നുണ്ട് എനിക്ക്. 2 വീഡിയോ ഇട്ടപ്പോൾ ഇതിന്. ആയിക്കോട്ടെ എന്നാ. അങ്ങനെ നമ്മൾ കേസ് 1:40 സമയം. കുറേ നേരം അവിടെ നിന്നാണ്ട് ഇങ്ങനെ വർത്താൻ പറഞ്ഞു. ട്രിപ്പ് അടിച്ചില്ല. കുറേ വണ്ടികളുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, 2 ടാക്സി വണ്ടികൾ. അപ്പോൾ ഞങ്ങൾ ഏതായാലും പിന്നെ പൈപ്പ് ലൈനിൻ്റെ അടുക്ക് ഇങ്ങനെ പോകാൻ നിൽക്കേന്, നല്ല തണൽ നോക്കിയിട്ട്. അപ്പോൾ പിന്നെ പോണേക്ക് ലുലുവിലൊന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. കിട്ടട്ടെ. അപ്പോൾ ആർക്കാ ഫസ്റ്റ് ട്രിപ്പ് കിട്ടുമോ നോക്കി നോക്കാം. ലുലു കയറി എന്തായാലും ട്രിപ്പ് അടിക്കുമെന്നാണോ പറഞ്ഞത്. ഗ്യാസ് ട്രിപ്പില്ല. അതാടിക്കും. അവിടെ കിട്ടിയില്ല. റാപ്പിഡോയിൽ ട്രിപ്പ് വന്നടാ, കിട്ടിയില്ല. വീഡിയോ എടുത്തോണ്ടിരിക്കും. എനിക്കറിയില്ല 9 കിലോമീറ്റർ. വണ്ടി നല്ല തിരക്കുണ്ട് കേട്ടോ ലുലുമാളില്. എനിക്ക് സ്ഥലം കിട്ടിയില്ല അവിടെ വണ്ടി പാർക്കാന്. ഗ്യാസ് ഇട്ടായോ എടാ? അപ്പൊ ഇജ്ജ കൊണ്ടുപോയതില്ലേ? നമുക്കുള്ളപ്പോ കിട്ടും നോക്കിക്കോ. ഇവിടെ ബ്ലോക്കായി കിടക്കണം, അതുകൊണ്ട് വിഷയമില്ല. ഇവിടെ വണ്ടി ബ്ലോക്കായി കിടക്കണം, അപ്പൊ വിഷയമില്ല. അതിനിടയ്ക്ക് ട്രിപ്പ് അടിക്കുമായിരിക്കും. ഇപ്പൊ ഹിന്ദിക്കാരൻ വന്നിട്ട് ഒന്നും പറയാൻ പറ്റില്ല. വണ്ടി ഫുൾ ബ്ലോക്കാണ്. അടുപ്പിച്ചിടട്ടെ എന്നാ കുഴപ്പമില്ല. അത് കിട്ടിയില്ല. മാച്ച് ട്രിപ്പ് ചെയ്യുന്നു. നിക്കാൻ കുറച്ച് ലേറ്റ് ആയി, അത് പോയി. അങ്ങനെ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു എഡ്വിൻ സേവിയർ ആണ്. അപ്പോൾ ആളെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ ഹെഡൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മളെ ലുലുന്ന് കിട്ടിയ ട്രിപ്പ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഇത് നമ്മളെ ഇവിടെ എളംകുളം മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിലാട്ടോ ഡ്രോപ്പ് ചെയ്തിനെ. ഇന്ന് ഇവിടെ എന്തോ പരിപാടി ഉണ്ടാവുന്നു. കുറേ ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നല്ല തിരക്കുണ്ട്. ഇവിടെ കണ്ടോ, ഈ 2 വീലേഴ്സൊക്കെ ഇങ്ങോട്ട് വന്നതാണ്. അതിൻ്റെ അകത്തൊക്കെ കുറേ 2 വീലേഴ്സ് ഉണ്ട്. കണ്ടോ, എന്തോ പരിപാടി നടക്കുന്നുണ്ട് ഇവിടെ ഈ ഹോട്ടലിൽ. ഈ ട്രിപ്പിന് നമുക്ക് 172 രൂപയായിട്ട് കിട്ടിയത്. 31 മിനിറ്റ് എടുത്തു. ആകെ 9.8 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ ഡ്രോപ്പ്. അതെ, നമുക്ക് ആദ്യം ഒരു വഴി കാട്ടി തന്നിട്ടുണ്ടായിരുന്നു. ഈ വൈറ്റിലെ വഴി കുറച്ച് ചുറ്റി വരല്.
1-2 കിലോമീറ്റർ കൂടിയാലും 15 മിനിറ്റ് കൊണ്ട് എത്തുന്നതാണ് കണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഈ ഭാഗത്താണല്ലോ ഏറ്റവും കിലോമീറ്റർ കുറവുള്ളത്, ഷോർട്ടുള്ളത് കലൂർ വഴി പോരുന്നതാണ്, കത്രിക്കടവ് വഴി. അപ്പോൾ ഞാൻ അങ്ങനെ പോരാന്ന് വിചാരിച്ചു, ഞായറാഴ്ചയാണല്ലോ. പിന്നെ നമ്മളെ പാലാരോട്ട സിഗ്നൽ എത്തിയപ്പോൾ അവിടുന്ന് എനിക്ക് റോഡ് വേറെ കാട്ടി തന്ന്, നമ്മളെ തമ്മനം വഴി കയറിപ്പോയിന്. അത് ഒന്നും കൂടി ചെറിയൊരു ഷോട്ടാണ്, പക്ഷേ ഇതാണ് മെയിൻ ഷോട്ട് ഇപ്പോൾ നമ്മൾ പോകുന്നത്. പക്ഷേ എങ്കിൽ പാലാരോട്ട സിഗ്നൽ കഴിഞ്ഞ് കുറച്ചാണ് ഫ്രണ്ടിൽ കയറിയപ്പോൾ അവിടെ ബ്ലോക്കായി. അവിടെ കുറേ നേരം വണ്ടി നിന്ന്, അവിടെ പാലാരോട്ട സിഗ്നലിൻ്റെയും ജയലൻ സ്റ്റേഡിയൻ്റെ മെട്രോൻ്റെ അവിടെയും അതിൻ്റെ ഇടക്കിട്ട് മറ്റേ മെട്രോ സ്പ്ലിറ്റ് ആവുന്നുണ്ടല്ലോ, കാക്കനാട്ടിലേക്കുള്ള മെട്രോ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പണി നടക്കുന്നുണ്ട്, ഈ മെട്രോൻ്റെ പണി. അപ്പോൾ അവിടെ കുറേ നേരം ഇങ്ങോട്ട് പെട്ടു. അതാണ് ഇത്ര സമയം എടുത്തത്. ഈ 9 കിലോമീറ്ററിന് 31 മിനിറ്റ് നഷ്ടമായി. അത് കുഴപ്പമില്ല, അതൊക്കെ ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ. നല്ലൊരു വഴി കാട്ടി തന്നിട്ടുണ്ടായിരുന്നു മാപ്പ്. ഞാൻ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒന്നും കൂടി ഷോട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതിലെ പോയത്. അപ്പോൾ അത് കിലോമീറ്റർ ഷോട്ടാണ്, പക്ഷേ എങ്കിൽ സമയം ഒരുപാട് എടുത്ത്. മറ്റോടത്തു കൂടി കിലോമീറ്റർ കൂടിയിട്ടും 15 മിനിറ്റാണ് കാട്ടി തന്നത്. ഇത് അതിൻ്റെ ഡബിൾ സമയമായി, 31 മിനിറ്റാണ് ഈ ട്രിപ്പിന് നമുക്ക് എടുത്തത്. ഏതായാലും ഇപ്പം ഇനി ഇവിടുന്ന് വൈറ്റില ജംഗ്ഷൻ എത്തിയിട്ട് ഇവിടെ ഒന്നും തിരക്കില്ല, കണ്ടോ. ഇവിടെ നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ട് തമ്മന റോട്ടുമ്പോൾ കയറിയിട്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട് വണ്ടി പാർക്ക് ചെയ്തിടാം. ഒരു ട്രിപ്പ് അടിക്കണ്ട കേട്ടോ, ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കേട്ടോ. അത് നമ്മളെ കുന്നുകാരേക്കാണ് ഡ്രോപ്പ് ഉള്ളത്. നമ്മളെ എയർപോർട്ട് എത്താണിന്റെ അവിടുന്ന് പറവൂർ റോഡ് പോകുന്ന സ്ഥലത്താണ് കുന്നുകാര. അപ്പോൾ അതിന് ഞാൻ റേറ്റ് നോക്കിപ്പോ 435 കണ്ട, 31 കിലോമീറ്റർ ഉണ്ട്. കിലോമീറ്ററിന് എത്ര 14-15 റുപ്യ ഉള്ളൂ. പിന്നെ എന്താ ഞായറാഴ്ച പാടാണ്, അവിടെ നിങ്ങളുടെ റിട്ടേൺ ട്രിപ്പ് എന്തായാലും കിട്ടൂല. ഓൾറെഡി റേറ്റ് കുറവാണ്, അത് ഇന്റർസിറ്റി ട്രിപ്പ് അല്ലാത്തതുകൊണ്ടേ. ഊബറിലോ റാപ്പിഡോയിലൊക്കെ ഇങ്ങനെ ഒരു 300 രൂപയുടെ മേലേക്ക് ദൂരമുള്ള ട്രിപ്പാണെന്നുണ്ടെങ്കിൽ അതിന് റേറ്റ് കുറഞ്ഞിട്ടുണ്ടാവും. ദൂരം കൂടുന്തോറും നമുക്ക് പൈസ കുറയാണ്. അപ്പോൾ ഒരു 250 താഴെയുള്ള റേറ്റൊക്കെ നമുക്ക് മുതലാവുള്ളൂ. അതാകുമ്പോൾ കിലോമീറ്ററിന് അത്യാവശ്യം പൈസ കിട്ടും. ഇത് കിലോമീറ്റർ കൂടുന്നവർ നമുക്ക് പൈസ കുറയാണ്. കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്, പക്ഷെങ്കിൽ നമുക്ക് കിട്ടൂല. അതായത് നമുക്ക് അത്ര നഷ്ടത്തിൽ ഓടാൻ കഴിയൂല. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അവിടുന്ന് റിട്ടേൺ ട്രിപ്പും കിട്ടൂല. അപ്പൊ ആരെയൊക്കെ ഒരാൾ എടുത്ത് പോട്ടെ. കുറെ വണ്ടികളെ അവിടെ ഇവിടെ ഒക്കെ പോസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, അവരാരെയൊക്കെ എടുത്ത് പോയിക്കോളും. നമ്മളെന്തായാലും ഇവിടെ തമ്മന റോട്ടുമ്പോൾ കയറിയിട്ടേ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വൈറ്റിലെ തന്നെയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കി നോക്കട്ടെ, ഒരു അരമണിക്കൂർ ഇരുന്ന് നോക്കട്ടെ, 2:30 ആയിക്കോട്ടെ, ഒരു 3 മണിവരെയൊക്കെ ഇവിടെ നിന്ന് നോക്കാം. അങ്ങനെ കേസ് നമുക്ക് റാപ്പിഡോയിലൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ കടന്നാണ്ട് ഇങ്ങനെ നമ്മളെ ചത്താപ്പച്ച കാണാമായിരുന്നു. അപ്പോൾ ഒരു റിഷോ എന്നാട്ടോ കസ്റ്റമറുടെ പേര്. നമ്മളെ ഐലൻഡിക്കാണ്. 180 രൂപ എന്തോ ഉണ്ട് ട്രിപ്പിന് ഫെയർ. അപ്പോൾ ഇതിപ്പോൾ ഇവിടുന്ന ഓക്കെ ഒന്ന് ഫ്രണ്ടിൽ പോയിട്ട് അവിടെ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൻ്റെ അവിടെ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. അപ്പോൾ നമ്മളെ ഐലൻഡിക്കുള്ള കസ്റ്റമറെ പോയിട്ട് പിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ റാപ്പിഡോൻ്റെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഈ പോകുന്ന ആളായിരുന്നു നമ്മളെ നേവൽ ബേസിക് ആട്ടോ ഡ്രോപ്പ് ചെയ്തിക്കണേ. ഇത് ഇവിടെ ഒരു പാലാണ്, പാലം കഴിഞ്ഞ് കഴിക്കാൻ നമ്മൾ തേവരയാണ്. തേവരിൽ നിന്ന് പാലം കയറിയ ഉടനെ ഇവിടെ ഫസ്റ്റ് ഗേറ്റ് ആട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് കിട്ടിയത്, ഞാൻ ഊബർ വേഗം ഓണാക്കി വെച്ചിട്ടുണ്ട്, 185 രൂപ കേട്ടോ ഇതിന് കിട്ടിയത്. അതിൽ നമ്മൾ ഓടിയത് 7.74 കിലോമീറ്റർ ഇതിൽ കാണിക്കുന്നുണ്ട്, അത്ര ഓടിയിട്ടില്ല. ഓക്കെ, ഒരു 7 കിലോമീറ്റർ ഓട്ടിക്കോ. അപ്പോൾ ഇതിന് നമുക്ക് 185 കിട്ടി. അപ്പോൾ 2 7 കിലോമീറ്ററിൻ്റെ കിട്ടുകയാണെങ്കിൽ എത്രയായി? 185 പ്ലസ് 370 ആയി. ഇങ്ങനത്തെ 2 ട്രിപ്പ് കിട്ടുമ്പോൾ 7 14 കിലോമീറ്റർ, അപ്പോൾ തന്നെ 370 ആയി. മറ്റേത് എത്ര 31 കിലോമീറ്ററാണ് നമുക്ക് 435 കിട്ടിയത്. അതിൽ 420 അല്ലെങ്കിൽ 10 കിട്ടുള്ളൂ, ബാക്കി ടാക്സ് ആയിട്ടും പോകും. അപ്പോൾ പിന്നെ ലോങ് പോകണത് നഷ്ടമാണ്. ഇങ്ങനത്തെ 2-3 ട്രിപ്പ് കിട്ടിയാൽ നല്ലൊരു എമൗണ്ട് ആവും. കിലോമീറ്ററിന് പെർ കിലോമീറ്റർ 23 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പം നമ്മള് ഈ പാലം കൂടി കയറിയിട്ട് അപ്പുറത്ത് പോയിട്ട് പനമ്പള്ളിയിലോ അല്ലെങ്കിൽ നമ്മളെ തേവരിയിലോ അവിടെ എവിടെയൊക്കെ, തേവരിയിൽ വണ്ടി ഇടാൻ സ്ഥലമല്ല, അതാണ് പ്രശ്നം. അപ്പോൾ നേരെ ഇങ്ങനെ പോയിട്ട് പള്ളിമുക്ക് എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവിടെ പോയിടാം. ഇന്നാളുണ്ട് ഈ പാലത്തുമ്പോൾ കുറേ ആൾക്കാർ നമ്മളെ ആ നീന്തുന്ന യൂണിഫോമൊക്കെ ഉണ്ടല്ലോ, കയ്യമ്മ ഗ്ലൗസ് ഒക്കെ ഇട്ടാണ്ട്, അത് കിട്ടാണ്ട് കുറേ ആൾക്കാർ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അവിടെ 2 പട്ടാൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്ത് സംഭവം ചോദിച്ചാലേ, നേവൽ ബേസിൻ്റെ ആൾക്കാരെ ട്രെയിൻ ചെയ്യാണ്, ഇവിടുന്ന് ചാടിപ്പിക്കുകയാണ് അടിയൊക്കെ വെള്ളത്തേക്ക്. അപ്പോൾ അത്യാവശ്യം ഇതുണ്ട്, താഴ്ച ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ. എകരമുണ്ട്, വെള്ളത്തേക്ക് എത്താലും എകരമുണ്ട്. കുറച്ച് ആൾക്കാർ പട്ടാൾക്കാർ അടിയിലും ഉണ്ടാവും, അവർക്കൊന്നും പറ്റൊന്നുമില്ല. അതവരെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടേ ഇവിടുന്ന് ഇത്ര മേലെ നിന്നാണ് ചാടിപ്പിക്കുക. അപ്പോൾ നമ്മൾ തേവര പാലം കഴിഞ്ഞ ഉടനെ നമ്മളിവിടെ ലെഫ്റ്റിൽ സൈഡാക്കിണ്ട് കേട്ടോ. അവിടെ ഒരു ശരവണ ഭവനൊക്കെ ഉണ്ടല്ലേ, ഞാനിപ്പോഴെ കാണണം. അത് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ആയതുകൊണ്ട് കാണലില്ല, അതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ. അപ്പോൾ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, വണ്ടി ഇങ്ങനെ ചെരിച്ചിട്ടായിട്ട് എടുക്കണം റോട്ടിക്ക്, ഇങ്ങനെ പെട്ടെന്ന് കയറാൻ പറ്റുന്ന രീതിയിൽ. അതിൽ ബാക്കിൽ എവിടെയൊക്കെ വണ്ടി കൊടുത്തിട്ട് നമ്മൾ ലോക്കാവും. ബാക്കിലൊരു ടിപ്പർ ലോറി ഉണ്ട്, അത് പഞ്ചറായി കിടക്കാണ്. അങ്ങനെ അടുത്ത ട്രിപ്പ് ഓടിച്ചിട്ടോ. ഇത് ഫോട്ടോച്ചിക്കാണ്. ഫോട്ടോച്ചി പോയാൽ ഇന്ന് അജണ്ടയാണ് നമ്മളെ കസ്റ്റമറുടെ പേര് കേട്ടോ. ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ ഇവിടെ നിർത്തിയിട്ട്. അപ്പോൾ ഇതിനടുത്ത് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഊബറിൽ. അപ്പോൾ ഊബർ നമ്മളോട് തെറ്റിയിട്ടില്ല. ഇത് എവിടുന്നാണ് പിക്കപ്പ്, എവിടുന്ന നമ്മളെ തേവരൻ്റെ അവിടുന്ന്, തേവര സിഗ്നലാവും, അവിടുന്ന് റേറ്റ് എടുക്കാൻ പറ്റില്ല, യൂട്ടേൺ അടിച്ചിട്ട് വരേണ്ടി വരും. ഏതായാലും പോയിട്ട് 180 രൂപയുടെ ട്രിപ്പാട്ടോ. വീണ്ടും അതേ റേറ്റിന് തന്നെ നമുക്ക് ട്രിപ്പ് അടിച്ചു പോകണം. റാപ്പിഡോയിൽ ഇപ്പോഴേ നല്ലൊരു ട്രിപ്പ് അടിച്ചിട്ടോ, 120 രൂപ 3 കിലോമീറ്ററിന്,
9 കിലോമീറ്റർ ആയിരുന്നു കേട്ടോ ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. 1/2 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എങ്കിൽ എന്താ വന്ന ഉടനെ അതൊക്കെ റാഞ്ചാൻ ആൾക്കാരുണ്ട്. അതൊക്കെ അങ്ങനത്തെ ട്രിപ്പുകളൊക്കെ ജസ്റ്റ് ഒന്ന് മിന്നി പോവുള്ളൂ ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ അങ്ങനെ അടിച്ചോണ്ട് വെക്കും. എന്തായാലും നമ്മളെന്തായാലും ട്രിപ്പ് എടുക്കൂല. നമ്മൾ ഓൾറെഡി ഒരു ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് കുഴപ്പമില്ലാത്ത ട്രിപ്പാണ്. ഇനിയിപ്പോൾ 120 റുപ്യേൻ്റെ ട്രിപ്പ് ലാഭം നോക്കി നിന്നിട്ടൊന്നും കാര്യമല്ല. ഇന്നലെ നമ്മളെ ലാസ്റ്റ് ട്രിപ്പ് നമ്മളെ മെഡിക്കൽ ട്രസ്റ്റിക്ക് പോയ വീട് ഇതാട്ടോ. ഇവിടുന്നാണ് നമ്മൾ കസ്റ്റമറെ പിക്ക് ചെയ്തതിന്. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് നമുക്ക് ഇന്നത്തെ ട്രിപ്പ് അടിച്ചിട്ടുള്ളത്. ഇന്ന് ഇവിടുന്നാട്ടോ. ഇതിൽ കൂടിയാണ് നമ്മൾ ഇന്നലെ പോയത് മെഡിക്കൽ ട്രസ്റ്റിക്ക്. അങ്ങനെ നമ്മൾ ഊബറിൻ്റെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഈ നിൽക്കുന്ന ആളായിരുന്നു. ആള് ഇംഗ്ലീഷാണ്. അപ്പോൾ അതിന് നമുക്ക് 175 രൂപയായിട്ട് കിട്ടിയത്. അത് 9.28 കിലോമീറ്റർ 21 മിനിറ്റ് 230 ടോട്ടൽ ക്യാഷ് കളക്ട് ചെയ്തിട്ടുണ്ട്. 175 നമുക്ക്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് എടുക്കട്ടെ. നമ്മൾ വെളി ഗ്രൗണ്ടിൻ്റെ അവിടുന്ന് ഒരു 300 മീറ്റർ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് നമ്മൾ ഫോർട്ട് കൊച്ചി ഭാഗത്തേക്ക്. ബാക്കിലേക്ക് പോയാലേ വണ്ടി ഇടാൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഇവിടെ വണ്ടി ഓടിക്കൽ കുറച്ച് ടാസ്ക്കാണ്. ഫ്രണ്ടിലേക്ക് ചെന്ന് നോക്കട്ടെ. ഫ്രണ്ട് ഇത് എവിടേക്കാണ് പോയി എത്തിപ്പെടുകയെന്ന് അറിയില്ല. ഈ കൊച്ചിയിൽ ചില സൈഡിൽ കൂടി നല്ല ചെറിയ റോഡുള്ള സ്ഥലങ്ങളുണ്ട്. ആ ഭാഗത്തേക്ക് എവിടെയെങ്കിലും പോയി പെട്ട് കുഴപ്പമില്ല. റോഡ് വലുതായി വരികയാണ്. അപ്പോൾ നേരെ പോയോക്കാം. നേരെ അവിടെ എന്തോ ഉണ്ട് തോന്നണേ. അപ്പോൾ കേസ് നമ്മളവിടുന്ന് കുറച്ചെണ്ണം പോകുന്നപ്പോൾ ഒരു 300 മീറ്റർ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ ഗ്യാപ്പുകളുണ്ട്. അവിടെ ബസ് ഇട്ട് അവിടെയൊക്കെ സ്ഥലമുണ്ട്. നമ്മൾ ഏകദേശം ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാം. 3:45 ആയിക്കോണം. ഒരു 4 മണി വരെ അവിടെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബീച്ചിലേക്ക് പോവാം. അങ്ങനെ നമുക്കിതാ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഒരു ഇൻ്റർസിറ്റി ട്രിപ്പാണ്. എവിടേക്കാണ് അക്ഷയ കേട്ടോ. ചെറിയ ദൂരമുള്ള പിക്കപ്പ് കണ്ടത് 200 മീറ്റർ 260 മീറ്റർ കേട്ടോ. അപ്പോൾ ഈ ഒരു പരിസരത്ത് നിന്ന് ഇവിടുന്നേരൊക്കെ ആയിരിക്കും. അക്ഷയാണ്, ഇംഗ്ലീഷുകാരൊന്നല്ല. അപ്പോൾ ഞാൻ പിക്കപ്പ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. കസ്റ്റമറെ വിളിച്ചു നോക്കി. അപ്പോൾ ആളെ ഒരു ഓട്ടോറിക്ഷ നിൽക്കണം കേട്ടോ. അവിടെ ഏതോ റോഡ് ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഉള്ളിലേക്ക് കയറി വരാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് നോക്കട്ടെ. ഇവിടെ നല്ല ഫോട്ടോഷൂട്ടാട്ടോ. ഇവിടെ 2 ഫോട്ടോഷൂട്ട്. ഒരാൾ ഫോണിൽ എടുക്കുന്നുണ്ട്, ഒരാൾ ക്യാമറയിൽ എടുക്കുന്നുണ്ട്. ഏതായാലും ആ ഓട്ടോറിക്ഷ പോട്ടെ. എന്നിട്ട് അവിടേക്ക് ഒരു ലെഫ്റ്റിക്ക് ഒരു വഴി ഉണ്ടോണ്ട്. അപ്പോൾ അതിൽക്കൂടി അതെന്തൊരു ഹോട്ടലാന്ന് തോന്നുന്നുണ്ട്. അവിടെ 2 പുള്ളിമാൻ്റെ പ്രതിമ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽക്കൂടെ കയറിപ്പോട്ടെ. ഇതാട്ടോ അപ്പോൾ ആ സംഭവം. എന്തോ എഴുതിയിരിക്കണം ഇവിടെ. എന്തോ വായിക്കാൻ കിട്ടണില്ല. ഇതാണ്ട് ഞാൻ പറഞ്ഞ മാന്. അപ്പോൾ ഇവിടുന്ന് അവിടെ ആളുണ്ട്. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആളെ ഡ്രോപ്പ് ചെയ്യേണ്ട ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. 5:15 സമയപ്പോഴാട്ടോ നമ്മളിവിടെ എത്തിയത്. ഇത് ഒരു ബീച്ചിൻ്റെ സൈഡിലാണ്. ഇവിടെ കുറേ ഹോം സ്റ്റേകളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പേയ്മെൻറ്റൊക്കെ തന്നിട്ടോ. ഒരു 350 റുപ്യ ടിപ്പും തന്നിട്ടുണ്ട്. ഒരു സായിപ്പും ആളെ വൈഫും ചെറിയൊരു കുട്ടിയുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടിയായി നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയിട്ട് ഒടിച്ചിങ്ങോട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ അറിയില്ലായിരുന്നു. പിന്നെ ഇങ്ങോട്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മളെ വണ്ടി ഇവിടെ വരെ വന്നതാണ് പാട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ടയർ പോകണില്ല. അപ്പോൾ ഞാൻ കസ്റ്റമറോട് പറഞ്ഞു വണ്ടി ഇനി മൂവ് ചെയ്യണില്ല, പ്രശ്നമായിക്കാരെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ആളിറങ്ങിയാണ്ടേ ഇതന്നെയാണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്ക് നടന്നു പോയി ചോദിച്ചു നോക്കി. അപ്പോൾ അതന്നെയാണ്. അപ്പോൾ അവിടുത്തെ 2-3 ചേച്ചിയാരൊക്കെ എൻ്റെ അടുത്തേക്ക് വന്ന് വണ്ടി ഇങ്ങോട്ട് ഇറക്കണ്ടില്ലടാ, വണ്ടി ഞാൻ അങ്ങോട്ട് പോകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് തോന്നി. അപ്പോൾ വണ്ടി നീങ്ങാത്തതുകൊണ്ട് ഞാൻ കസ്റ്റമറോട് പറഞ്ഞു ഇനി പോകില്ല എന്ന് പറഞ്ഞു. ഓക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ആൾക്കാർ ഇങ്ങനെ കുടുങ്ങുമ്പോൾ 1000 റുപ്യ കൊടുത്തിട്ട് ജീപ്പ് വരുത്തിയാണ്ടൊക്കെ വലിക്കലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവലുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ കയറിനോടത്ത് ചെറിയ ബോർഡ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അത് നമ്മളറിയില്ലല്ലോ. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ടൈമാണ്. പിന്നെ എന്താണെന്നോ കുറച്ച് കയറിയപ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് അടിച്ചപ്പോൾ തന്നെ ഞാൻ നിർത്തി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെന്താണോ ട്രൈ ചെയ്തിട്ടാണ് കൊണ്ടുപോയിക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞു. എന്തായാലും സായിപ്പേ അത് കുടുങ്ങിയോണ്ടാണോ നമ്മൾ ബുദ്ധിമുട്ടിയോണ്ടാണോ എന്താ അറിയില്ല. നമുക്കൊരു 350 റുപ്യ ടിപ്പ് തന്നിട്ടുണ്ട്. 1650 ടോട്ടൽ ക്യാഷ് കളക്ട് ഉള്ളത്. നമുക്ക് 2000 രൂപ തന്നിട്ടുണ്ട്. വണ്ടി കുടുങ്ങിയിട്ടേ ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് എടുക്കാൻ നോക്കി. അപ്പോൾ കഴിയണില്ല. അപ്പോൾ ഇവിടുത്തെ 2-3 ചേച്ചിമാരും മദാമിയും കുട്ടിയും സായിപ്പും എല്ലാവരും പാടെ കൂടിയിട്ട് വണ്ടി അങ്ങോട്ട് ഉന്തി. അതുകൊണ്ട് നമ്മളെന്താണോ ഫസ്റ്റത്തെ ടയർ മാത്രം കുറച്ച് നീങ്ങിയിട്ടുള്ളൂ, ഫ്രണ്ടിലേക്ക് കയറിയിട്ടുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് കയറിപ്പെട്ട്. പിന്നെ ഞാനിവിടെ വണ്ടി സൈഡാക്കി. പിന്നെ ഇവിടെ ചേച്ചി പറഞ്ഞു ഇങ്ങോട്ടൊന്നും വല്ലാണ്ട് ഇറക്കണ്ടെന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ അതേപോലെ ആവും. ഇവിടെ കുഴപ്പമില്ല. ഇവിടെ ചെറിയൊരു സ്ട്രോങ് ഉണ്ട്. എന്തായാലും രക്ഷപ്പെട്ടു. ഞാൻ അങ്ങോട്ട് പോകണം. ഇവിടുന്ന് അങ്ങോട്ട് ഒരു 100-150 മീറ്റർ കുറച്ച് മോശമാണ് റോഡ്. ഇന്നലെ മഴ പെയ്തിട്ട് ആകെ വെള്ളമൊക്കെ ആയിട്ട് കുണ്ടും കുഴിയൊന്നും അറിയണില്ല. എന്തായാലും ഞാനേ ഇവിടേക്ക് ബീച്ചൊക്കെ ഒന്ന് ഇറങ്ങി നോക്കട്ടെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്. ആദ്യം വണ്ടി അവിടെ എവിടെയും കൊണ്ടുപോയിട്ട് ഒന്ന് പാർക്ക് ചെയ്യട്ടെ. ഇവിടെ ബീച്ചിൽ മുഴുവനേ നമ്മളെ നോമ്പൊക്കെ മുറിയണ കാഴ്ചകളാട്ടോ. അല്ല കാക്കട്ടെ. അല്ല ഇപ്പം എന്താ നമ്മൾ പറയുക. ഇവിടെ ഒരാൾ മണലോണ്ട് എന്തൊക്കെ രൂപകൽപ്പനകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. മത്സ്യകന്യകം തോന്നുന്നുണ്ട്. കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്താ അവിടെ ഒരു കുട്ടി ഉണ്ടാക്കുന്നുണ്ട്, ഒരു ചുവപ്പ് കുട്ടി. ഇവിടെ കോവളം ബീച്ച് പോലെയാണ് കുടകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ബീച്ചിലൊക്കെ വരുന്നത്. എന്തായാലും കുറേ ലോങ് വന്നതല്ലേ, വണ്ടിക്കും വേണ്ട റെസ്റ്റ്. വണ്ടി ഞാനേ ആണ്ടോ അയാളെന്തൊക്കെയോ സർക്കസ് കാണിക്കുന്നുണ്ട്. മത്സ്യകന്യകൻ്റെ രൂപമൊക്കെ ഉണ്ടാക്കിയാണ്ട് ഇവിടെ ഫുള്ള് ഇതാട്ടോ പരിപാടി. കമ്മീഷൻ അടിയാൾ പരിപാടികളാണ്. ഇവിടെ ഫുള്ള് ഹോം സ്റ്റേ കാര്യങ്ങൾ
അപ്പോൾ പിന്നെ ഓലത് ശീലിച്ചിട്ടുണ്ടാവും. ഇതേപോലെ വല്ല രൂപങ്ങളും ഉണ്ടാക്കിയാൽ അതിന് പൈസ ഒക്കെ കൊടുത്താൽ മതി. അതിനാണ് ഇപ്പോൾ ഈറ്റങ്ങളെ മുന്നിൽ കൊടുന്നിട്ട് മറ്റേ ആളവിടെ അങ്ങനെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവരിവിടെ കുറച്ച് ആൾക്കാർ കുട ചൂടിയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ മുമ്പിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്കതൊരു രസമാക്കാരല്ലോ. ഇപ്പോൾ കണ്ടോ 2 ടീമിനെ അവർ മയക്കി. ഇതുണ്ട് നമ്മളെ വൈപ്പിൻ ബീച്ചിൻ്റെ അവിടെ ഉള്ള അതുപോലെയുള്ള മരങ്ങൾ വൈപ്പിൻ ബീച്ചിലുണ്ട്. ഇതേപോലെ കുറേ സ്ഥലങ്ങൾ. ഇവിടെ ഇയാളുണ്ടോ, ഇയാളെന്തോ ഇങ്ങനെ കൈകൊണ്ട് എന്തൊക്കെയോ മാന്തെടുത്തിട്ട് ഈ കാക്കൊക്കെ ഇങ്ങനെ തിന്നാൻ കൊടുക്കുന്നുണ്ട്. കാക്ക അതിങ്ങനെ തിന്നണുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. എന്തോ ഒരു ചെറിയ നമ്മളെ കക്കൻ്റെ ആ തോടൊക്കെ തോന്നുന്നുണ്ട്. എന്താ അറിയില്ല. അവിടുന്ന് ഇങ്ങനെ പൊറുക്കെടുത്തിട്ട് കാക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ വണ്ടി എടുത്തിട്ടോ. 5:45 സമയം. നമ്മളെ ഫോണിൽ ചാർജില്ല. അപ്പോൾ ഏതായാലും ബീച്ചൊക്കെ നമുക്ക് പിന്നെയും കാണാം. ഇവിടുന്ന് നമ്മളിങ്ങോട്ട് പോകുന്നത് 44-43 എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മറ്റേ ചെല്ലാനം ഭാഗത്തുകൂടെ കേട്ടോ പോകുന്നത്. ആ റോഡ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് പോയിരുന്നത് ഈ ഭാഗത്തേക്ക്. ഏകദേശം നമ്മൾ കൊച്ചിയിൽ നിന്ന് ചെല്ലാനം വരെയൊക്കെ ആ റോഡ് വന്നിട്ടുണ്ട്, ബീച്ച് റോഡ്. പിന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും പോയിരുന്നത്. പിന്നെ ഇന്നാളെ ഒരു ദിവസം നമ്മൾ റെൻ്റൽ ട്രിപ്പ് ഓടി വന്ന് അരൂർ ഭാഗത്തുകൂടി പോന്നിട്ട് ഈ ബീച്ച് റോഡിൽ ജസ്റ്റ് ഒന്ന് കയറിന് കുറേ ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം. ഇത് ആദ്യമായിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതിൽ കൂടി പോയിരുന്നത്. നല്ല റോഡാട്ടോ. റോഡ് ചെറിയ റോഡാണ്, ചെറിയ വീതി കുറവുണ്ട്. പക്ഷെങ്കിൽ നല്ല റോഡാണ്. കറക്റ്റ് ലൈനും കാര്യങ്ങളൊക്കെ വരച്ച്. പിന്നെ കുറച്ച് വളവും കാര്യങ്ങളുണ്ട്. കുറച്ചൊക്കെ പതുക്കെ പോരേണ്ടി വരും. എന്നാലും ഏകദേശം ഒരു 4-ലും 5-ലൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ പോരാം. പിന്നെ ഇവിടെ കണ്ടോ, ഇത് ഇന്നലെ മഴ പെയ്തിട്ട് ആകെ വെള്ളം കയറിക്കണം. ഇവിടെ ഫുള്ള് ഹോം സ്റ്റേ ആട്ടോ. ഈ സൈഡിൽ കാണുന്ന 2 ഭാഗത്ത് എല്ലാവരും ഹോം സ്റ്റേ കൊടുക്കുന്നുണ്ട്. ഇവിടെ ആദ്യമായിട്ട് വരുന്നവർക്ക് ഇവിടെ എത്ര താഴ്ച ഉണ്ടെന്ന് അറിയാൻ കഴിയില്ല. കാരണം അങ്ങനെയാണ് വെള്ളത്തിൻ്റെ നിപ്പ് കണ്ടാൽ. ഈ ഭാഗം മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ പ്രശ്നമുള്ളൂ. ഏകദേശം ഒരു 100 മീറ്റർ ഈ ബീച്ചിലേക്ക് കയറുന്ന ഈ ഭാഗം മാത്രമേ ഉള്ളൂ ഇങ്ങനെ പ്രശ്നം. അതെന്ത് സംഭവം എന്നാവും, എന്ത് ശരിയാക്കാതെ എന്നാവും. ഇത്ര നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ്, നല്ലൊരു റോഡ് വേണമായിരുന്നു അല്ലേ. അത് ഇവിടം വരെ ഇവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട്. ഇതുണ്ട് ഓല മേഞ്ഞത്, മറ്റേ മാറാറി ബീച്ച് വില്ലാസ് എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ ആദ്യം ഇതുവഴി പോന്നപ്പോഴാട്ടോ പേടിച്ചത്. ഇവിടുന്ന് ആദ്യം ഒന്ന് കുടുങ്ങുമെന്ന് എഴുതി. പക്ഷെ ഇവിടുന്ന് നമ്മൾ കണ്ടോ, ഇവിടുന്നൊക്കെ വണ്ടി ഇങ്ങനെ സ്കിഡ് ആവുന്നുണ്ട്. അത് നമ്മൾ അറിയണില്ല. മറ്റേ മുമ്പ് വണ്ടി പോയ പാടുണ്ടല്ലോ, ആ പാട് കറക്റ്റ് നോക്കിയിട്ടാണ് ഞാൻ പോണത്. ഇവിടെയൊക്കെ വണ്ടി ചെറുതായിട്ടൊരു ഇതുണ്ട്. ഇവിടുന്ന് സ്പീഡ് പോയാൽ ചിലപ്പോൾ കിട്ടും, ഇല്ലാന്നില്ല. അയ്യോ കറക്റ്റ് കിട്ടിയിട്ട് ഇവിടെ ഫുള്ള് മണലാണ്. ഇനി അങ്ങോട്ട് പ്രശ്നമല്ല കേട്ടോ. ഇനി അങ്ങോട്ട് ഡാറിട്ട നല്ല അടിപൊളി റോഡാണ്. ഇനി ഇവിടുന്ന് ലെഫ്റ്റ് നേരെ കയറി പോയി നേരെ നമ്മളെ ഫോട്ടോ വെച്ച് ആ ഭാഗത്തേക്ക് എത്തും. ഇവിടെ ഒരു വലിയ പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. മാരാരിക്കുള കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ ഏതായാലും ഓക്കെ ഗൈസ്, ഇനി നേരെ ഒരു ഒറ്റ യാത്ര. എവിടെയും സ്റ്റോപ്പിംഗ് ഇല്ല കേട്ടോ. ഞാനേ ആ മെയിൻ റോഡ് കയറി പോയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഭാഗത്തോട് പോയാൽ ചിലപ്പോൾ ട്രിപ്പ് അടിക്കൂല. ഇതിൽ കൂടി നമുക്ക് ബ്ലോക്ക് ഇല്ലാണ്ട് ഇങ്ങോട്ട് പോരാനേ പറ്റുള്ളൂ. ട്രിപ്പ് അങ്ങോട്ട് റിട്ടേൺ അടിക്കോ എന്തൊരു സംശയമാണ്, ചെറിയ റോഡായതുകൊണ്ട്. അപ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മളെ മെയിൻ റോഡിലേക്ക് ആ ഭാഗത്തേക്ക് കയറേണ്ടി വരും, NHക്ക്. അപ്പോൾ നമ്മൾ റോഡ് മാറിയിട്ടുണ്ട് കേട്ടോ. ഒരു ജംഗ്ഷനിൽ നിന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞിട്ടുണ്ട്. നേരെ പോയാലാണ് ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളവിടെ നിന്ന് നേരെ റൈറ്റ് തിരിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്തേക്ക് റൈറ്റ് തിരിഞ്ഞാൽ നേരെ ഹൈവേക്കാണെന്ന് എനിക്ക് തോന്നണം. കണ്ടോ, ഹൈവേൻ്റെ അവിടേക്ക് നമ്മളെ ഊബറത്തെ ആ ചിഹ്നം അങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഇത് പോയാൽ ചിലപ്പോൾ ഹൈവേക്ക് എത്തുമായിരിക്കും. നമുക്ക് അതുവഴി പോവാം. അതുവഴി പോയാൽ ചിലപ്പോൾ ട്രിപ്പ് അടിക്കുള്ളൂ. ആലപ്പുഴയിൽ നിന്ന് സാധാരണ ഈ ഭാഗത്തു നിന്നൊക്കെ സാധാരണ ട്രിപ്പ് അടിക്കലുണ്ട്. ഒരു എയർപോർട്ട് ഞാൻ മണക്കുന്നുണ്ട്, കിട്ടിയാൽ ഭാഗ്യം. ഞാൻ ഇന്നത്തെ നോമ്പ് തുറേ നമ്മളെ റൂമിൽ വെച്ച് ആക്കണമെന്ന് എഴുതിയിരുന്നു, ഫ്രണ്ട്സുകളൊക്കെ കൂട്ടിയാണ്ട്. അപ്പോൾ ഇന്ന് ഏതായാലും നടന്നില്ല. നമ്മൾ വെറുതെ ഒരു ആംബിയൻസിൻ്റെ പുറത്താണ് ഇറങ്ങിയതാ, വർക്കിന് ഇന്ന് ഇറങ്ങാൻ മൂടായിട്ട്. അപ്പോൾ അതിപ്പോൾ ഇങ്ങനെ ആയി. ഒരു ഇൻട്രസ്റ്റിറ്റൊക്കെ പോകുന്നത് നമ്മളിവിടെ പെട്ടിക്കല്ല. ഇനിയിപ്പോൾ ഏതായാലും നോമ്പ് തുറക്കാൻ നമ്മളവിടെ എന്തായാലും എത്തൂല, വണ്ടിയിൽ നിന്ന് തന്നെ തുറക്കേണ്ടി വരുന്നു ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ഹൈവേയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ കൊല്ലം റോഡ്. അപ്പോൾ കൊല്ലം റോഡിലേക്ക് കയറിയിട്ടുണ്ട്. അതിന് അങ്ങനെ എഴുതിയിട്ടുണ്ട് കൊല്ലം റോഡ്. ഇതാണ് നമ്മളെ ഹൈവേ. ഇനി എവിടെ സ്റ്റോപ്പിംഗ് ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ നേരെ ഇങ്ങനെ എറണാകുളത്തേക്ക് പോവുക. അതിൻ്റെ ഇടയ്ക്ക് ട്രിപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത് ഓടാം. മറ്റേ റോഡ് കൂടി പോയാൽ എന്താണെന്നോ ബ്ലോക്ക് ഇല്ലാണ്ട് എത്താൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ അരൂരൊക്കെ പോയാൽ നല്ല ബ്ലോക്ക് ഉണ്ടാവും. പക്ഷേങ്കിൽ ഈ റോഡ് കൂടി പോകുമ്പോൾ ട്രിപ്പ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഏതായാലും പോയോക്കട്ടെ. ഇവിടെയൊക്കെ ഹൈവേൻ്റെ പണി കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നത് പാലം വരാൻ തോന്നുന്നുണ്ട്. ഇതാണ്ടോ പാലത്തുമ്മ വെക്കാനുള്ള സാധനങ്ങളാണ്. ഇവിടെ പാലം തന്നെയാണ്. അവിടെ മറ്റേ തൂണൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും പോട്ടെ വണ്ടി പോട്ടെ. ഇവിടെ കുറെ റോഡ് ശരിയാക്കണം കേട്ടോ. പാലൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. തൂണൊക്കെ പെയിന്റൊക്കെ അടിച്ച്. അടിയത്തെ റോഡ് സെറ്റാണ്. മേലത്തെ റോഡ് എന്താ അവസ്ഥ എന്നറിയില്ല. കുറെ ലെങ്ത് ആയിട്ടുണ്ടല്ലോ. ഇപ്പോൾ കുറെ നേരമായി ഞാൻ ഈ പാലത്തിന്റെ അടി കൂടി പോകണം. കുറെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ റോഡൊക്കെ. നമുക്ക് ഏകദേശം അരൂരെത്താൻ നേരത്തെ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അത് നമ്മളെ വീണ്ടും മറ്റേ ആലപ്പുഴ ഭാഗത്തേക്ക് തിരിച്ചാണ് അങ്ങോട്ട് പോകേണ്ടത്. ഞാൻ ഇപ്പോഴാണ് ലൊക്കേഷൻ നോക്കിയത്. അപ്പോൾ അതേ പിക്കപ്പ് 7 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് പിക്കപ്പ് കൂടുതലാണ് അറിയാണ്ട് ഇത് ക്യാൻസൽ ചെയ്ത് കളയട്ടെ. അത് പോവല് നഷ്ടമാണ്. ലാഭമുണ്ട്. പിക്കപ്പും ഡ്രോപ്പും ഒക്കെ പാടെ കൂട്ടി വെക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ട്. 400 എത്ര റേറ്റ് ഉണ്ട്.
പക്ഷെങ്കിൽ അത് വീണ്ടും ബാക്കാണ്. നമ്മൾ ഇത്രയും കാലടിച്ച് പോകുന്നത് വെറുതെ. അപ്പോൾ ഏതായാലും അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വീണ്ടും യാത്രകൾ തുടരട്ടെ. അപ്പോൾ ഗൈസ് നമുക്ക് റാപ്പിഡോയിലൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കസ്റ്റമറെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെ റാപ്പിഡോൻ്റെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടോ. അത് 248 രൂപയാണ് ഇതിൽ കാണിക്കണത്. പക്ഷെ ആള് 300 രൂപ ഇട്ടിട്ടുണ്ട്. ഇതാണ്ടോ. അപ്പോൾ ഞാൻ റൂമിലേക്ക് ഡെസ്റ്റിനേഷൻ എടുക്കാം കേട്ടോ, നമ്മളെ ബാവ അവറോറയ്ക്ക്. നമ്മളെ മറ്റേ ക്യാൻസൽ ചെയ്ത ട്രിപ്പ് ഉണ്ടല്ലോ, അതിന് ശേഷം എനിക്ക് 3ാമത്തെ ട്രിപ്പാണ് ഈ റാപ്പിഡോയിൽ അടിച്ചിട്ട് പോകുന്നത്. ആദ്യം ഊബറിലൊരു 460 എത്ര രൂപേൻ്റെ ഒരു മട്ടാഞ്ചേരി ട്രിപ്പ് അടിച്ചു. 4 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അത് 20 രൂപയോളം പിക്കപ്പിൻ്റെയും പാടെ കൂട്ടിയിട്ട് അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. ഇൻട്രസിറ്റി ട്രിപ്പ് ആയതുകൊണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. പിന്നെ അപ്പം തന്നെ അടുത്തൊരു ട്രിപ്പ് വീണ്ടും മട്ടാഞ്ചേരിക്ക് വന്നു. അത് 400 കുറച്ച് കുറഞ്ഞു, 440 എത്രയായി. പക്ഷേ അതിൽ പിക്കപ്പ് 1 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അതും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മളെ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട്, റൂമിൻ്റെ ഭാഗത്തേക്കുള്ള ട്രിപ്പ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കളഞ്ഞ്. പിന്നെ വേറെ ട്രിപ്പൊന്നും അടിച്ചില്ല. അപ്പോൾ പിന്നെ അത് എടുത്താൽ മതിയെന്നൊന്നും ഇങ്ങനെ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഏതായാലും ഇപ്പം ഇനി വെറുതെ ടോള് കൊടുത്ത് പോരണ്ടല്ലേ എഴുതിയിട്ട് ടോള് കട്ട് ചെയ്യുന്ന റോഡുണ്ടല്ലോ, ആ റോഡ് കുറച്ചൊരു പകുതി ആയപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചു റാപ്പിഡോയിൽ. അത് 399 രൂപക്കാണ് അടിച്ചത്. വെണ്ണലാന്ന് കണ്ടപ്പോൾ ഞാൻ വേഗം എടുത്തു. 399 ഏതായാലും നമ്മളവിടെ പോവാണ്. 400 രൂപ ലാഭമുള്ള ട്രിപ്പാണ് വെണ്ണലക്ക്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടി ഓടിച്ച ഉടനെ നമുക്ക് ഊബറിലൊരു ട്രിപ്പ് അടിച്ചു. 301 രൂപ നമ്മളെ വാഴക്കാലക്ക്. പക്ഷേങ്കിൽ അത് 19 കിലോമീറ്റർ ഉണ്ടായിട്ട് 301 കാണിക്കണം. അതിൽ ടാക്സും പോയ ഒരു 280 കിട്ടും. ഇതിൽ നമുക്ക് അങ്ങനെയല്ല, 399 400 രൂപയാണ് 12 കിലോമീറ്ററിന് കണ്ടത്. അത് നമ്മളെ വെണ്ണലക്ക് മേച്ച ട്രിപ്പാട്ടോ വന്നത് ഊബറിൽ. അപ്പോൾ ഞാനത് എടുത്തില്ല. എന്നിട്ട് വേഗം ഊബർ ഓഫ് ചെയ്തിട്ട് കസ്റ്റമർ അടുത്തേക്ക് പോയി. റാപ്പിഡോയിൽ എന്താ വെച്ചാലേ ടോളിൻ്റെ എമൗണ്ടും പാടെ കൂട്ടിയിട്ടാണ് ആ റേറ്റ് കാണിക്കണത്. അതിപ്പോൾ ടോൾ വഴി നമ്മൾ പോന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ ആ റേറ്റ് നമുക്ക് കിട്ടൂല. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ കരുതിനെന്ത് അതിലെത്ര കാണിക്കണം, എന്തായാലും ഓർക്കും കാണിക്കുമല്ലോ 399 റുപ്യ. അത് 399 സ്ഥിരീകരിച്ചതിന് ശേഷം ഇതിൽ പിന്നെ കമ്മീഷനൊന്നും ഇല്ലല്ലോ റാപ്പിഡോയിൽ. നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് പോരാന്ന് വിചാരിച്ച്. കാരണം ടോൾ വഴി പോന്നാലേ ഉള്ളൂ ഈ 399 കിട്ടുള്ളൂ, ആ മുഴുവൻ കാണിച്ച എമൗണ്ട്. അപ്പോൾ ഈ മുഴുവൻ എമൗണ്ട് 400 രൂപ വാങ്ങുകയും ചെയ്യുക. റാപ്പിഡോ അത് ഓഫാക്കി പോന്നു കഴിഞ്ഞാൽ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റാപ്പിഡോ ഇവിടെ എത്തിയിട്ട് കംപ്ലീറ്റ് അടിക്കുമ്പോൾ ടോൾ കൂടി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് കാണിക്കൂല. അങ്ങനെ ഒരു വട്ടം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനത് കസ്റ്റമർ കയറിയിട്ട് പിൻ നമ്പർ അടിക്കണതിന് മുമ്പ് ഞാൻ അവരോട് ചോദിച്ചു നോക്കി. പിൻ നമ്പർ അടിച്ചാലും കുഴപ്പമില്ല, കാരണം റാപ്പിഡോയിൽ കമ്മീഷൻ അല്ലല്ലോ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നോക്കി എത്ര പൈസ കണ്ടതെന്ന് ചോദിച്ചു. 399 ആണെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ട് പോരാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവർ പറഞ്ഞു 298. അപ്പോൾ ഞാൻ നെട്ടി. കാരണം അപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് ആദ്യം ടോളിൻ്റെ എമൗണ്ട് അടക്കം കാട്ടി തന്നിക്കണം നമുക്ക്. അപ്പോൾ അത് ടോൾ വഴി പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കൂടുന്നുണ്ടാവും ഓരോ ഫോണിൽ. അപ്പോൾ എന്നോട് ഒരു പ്രത്യേകം പിന്നെ പറയുകയും ചെയ്തു, നമുക്ക് ടോളില്ലാത്ത വഴി കൂടി പോയാൽ പോരെ, അതല്ലേ എളുപ്പമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ടോൾ വഴി ഒന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം 2 കിലോമീറ്റർ ആയിരുന്നു, ഒരേ സമയമായിരുന്നു, കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ഓക്കെ കുഴപ്പമില്ല എന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടെ എത്തിയേക്ക് എൻ്റെ ഫോണിൽ 245 കണ്ടത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, വീണ്ടും കുറഞ്ഞു ടോൾ വഴി പോരാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വേഗം റാപ്പിഡോൻ്റെ ആപ്പ് വേഗം ക്ലോസ് ചെയ്ത്. അപ്പോൾ എന്നോട് എത്രയും ചോദിച്ച്. അപ്പോൾ ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് തന്നെ അതിൽ ബുക്ക് ചെയ്തൊരു കുട്ടി ഉണ്ടായിരുന്നു. ഇവർ കറക്റ്റ് 4 പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബുക്ക് ചെയ്തത് ആ കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞ് 300 ഇട്ടളി അമ്മ എന്ന് പറഞ്ഞ്. 298 എന്തോ ആണ് 300 ഇട്ടളി എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു എമൗണ്ട് നമുക്ക് കിട്ടി, 300 റുപ്യ. ഇല്ലാന്നുണ്ടെങ്കിൽ 245 കിട്ടുള്ളൂ. അത് എന്താണ് റാപ്പിഡോ ഇങ്ങനത്തെ ഒരു കളി കളിക്കണേന്നാവും. നമ്മൾ ഈ 399 കണ്ടിട്ടാണ് നമ്മൾ ആ ട്രിപ്പ് എടുക്കുന്നത്. എന്നിട്ട് 245 ആണെങ്കിലും നമുക്ക് വലിയ നഷ്ടം ഉണ്ടാവില്ല. ഒന്നാമത് നമ്മൾ കാലടിച്ച് പോരുകയാണ്, അത് നോക്കാൻ പറ്റൂല. എന്നാലും അത്യാവശ്യം റേറ്റ് ഉണ്ട്. ആ 245 ആണെങ്കിലും 12 കിലോമീറ്റർ എന്തോ ഉള്ളൂ. അതായത് ഇപ്പം അങ്ങനെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ CNG കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് CNG അടിക്കണ്ട, ഈ വണ്ടിയിലുള്ള CNG കൊണ്ട് ഇന്ന് ഓടാന്നാണ് വിചാരിച്ചിന്. അപ്പോൾ കറക്റ്റ് CNG കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നാളേക്കൊക്കെ ഒന്നല്ലെങ്കിൽ ഇപ്പം അടിച്ചിട്ട് റൂമിലേക്ക് പോവാം, ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ രാവിലെ അടിക്കേണ്ടി വരും. അങ്ങനെ കേസ് നമ്മൾ പടമുകൾ എത്തിട്ടോ. ഇവിടെ എത്തിയൊക്കെ കറക്റ്റ് നമ്മളെ CNG പെട്രോൾക്കാണ് മാറി. അപ്പം ഇനി ഏതായാലും ഇപ്പോൾ CNG അടിച്ചിട്ട് റൂമിലേക്ക് പോവാം. ഇനിയിപ്പോൾ ഏതായാലും പെട്രോളിൽ പോകണ്ടല്ലോ. ഇനിയിപ്പോൾ പെട്രോളിൽ ഒന്ന് പോയിട്ട് നാളെ വീണ്ടും പമ്പിലേക്ക് വരും വേണ്ടി വരും. മറ്റേത് നമ്മളെ മുണ്ടമ്പാലോ എവിടെയൊക്കെ പോയിട്ട് നമുക്ക് ഡയറക്റ്റ് ട്രിപ്പ് എടുത്തിട്ടാണ് തുടങ്ങാലോ പരിപാടി. അപ്പോൾ ഈ സമയത്ത് ഇവിടെ ചിലപ്പോൾ തിരക്കുണ്ടാവലുണ്ട് പമ്പിൽ, അതാണൊരു പ്രശ്നം. എന്തായാലും അടിച്ചിട്ട് പോവാം, നമ്മളെ CNG കഴിഞ്ഞിട്ടുണ്ട്. വലിയ തിരക്കില്ല കേട്ടോ. ഒരു 4 വണ്ടിയും പാടെ ഉള്ളത്. ഇവിടെ 2 കുറ്റി ഉണ്ടായതുകൊണ്ടേ പെട്ടെന്ന് കഴിഞ്ഞ് പോയിക്കോളും. സാധാരണ ഇപ്പോൾ റോട്ടിക്ക് എത്തലുണ്ട് വരി, ഇന്നിപ്പോൾ റോട്ടിക്ക് എത്തിയില്ല. ലാസ്റ്റ് വണ്ടി നമ്മളതാട്ടോ. നമ്മളെ CNG അടിക്കൽ പരിപാടി കഴിഞ്ഞിട്ടോ. ഫുൾ ടാങ്ക് കയറിയിട്ടുണ്ട്. ഞാൻ അത് മാറ്റട്ടെ. മറ്റേ 196 കിലോമീറ്റർ ആട്ടോ കഴിഞ്ഞ CNGയിൽ നമ്മൾ ഓടിയത്. അത് 0 ആക്കിയിട്ടുണ്ട്. CNG അടിക്കുന്ന ഇടയിൽ നമ്മൾ ഇതൊക്കെ ഓഫ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റാപ്പിഡോയിൽ ഒരു 12 കിലോമീറ്ററിൻ്റെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഓഫാക്കി. ഊബർ ഞാൻ അപ്പം തന്നെ ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ നമ്മളൊരു 8:20 നമ്മളെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. CNG അടിച്ചിട്ട് ഇപ്പോൾ നമ്മൾ 4 കിലോമീറ്ററിൻ്റെ അടുത്ത് പോകുന്നു കേട്ടോ. ഇന്ന് ബിയിൽ 150 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് 0 ആക്കിയിട്ടുണ്ട്. പോരുന്ന വഴിക്ക് അവിടുന്ന് ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ബീഫ് റോസ്റ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നേരെ റൂമിലേക്ക് ചെല്ലട്ടെ. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം.